അപ്പോൾ മച്ചന്മാരെ OV ഹിയർ. ഇന്നലെ രാത്രി കിടക്കുന്നത് വരെ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ എണീറ്റ് നോക്കിയപ്പം ഇവിടെ മൊത്തം മാറി. ഇവിടെ സ്ഥലം ഏതാ, വഴി ഏതാ, റോഡ് ഏതാ അത് അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം അതിൻ്റെ പുറത്ത് ചെയ്യാണ്. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ നല്ല വെള്ളം നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളൊക്കെ കണ്ടു നോക്ക്. കണ്ടോ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി വരെ ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി കിടക്കുന്നത് വരെ ഇവിടെ എല്ലാം നോർമലായിരുന്നു. ഇവിടെ എല്ലാം റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ റോഡ് ഏതാ കുളം ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ ഈ കാണുന്ന ഒരു കുളമാണ്. ഈ കാണുന്ന ഇതൊരു കുളമാണ്. അതും അവിടെ വലിയ ആഴമൊന്നുമില്ല, പക്ഷെ ഇവിടെ നല്ല ആഴമുണ്ട്. ഇതിനപ്പുറത്തോട്ട് റോഡ് ഏതാന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയാൽ ഞാൻ ചിലപ്പം കുളത്തിലോട്ട് വീഴും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ. നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ഈ വെള്ളം കാരണം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ട്. എന്തായാലും നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഇതൊരു റോഡാണ്, എൻ്റെ പുറമേ കാണുന്ന ഒരു റോഡാണ്. വീട്ടിലോട്ടുള്ള വഴിയായത്. ഇങ്ങോട്ട് ഒഴുക്കുണ്ട്, പക്ഷേ ചെളിയാണെന്ന് തോന്നുന്നു. ചെളിയുണ്ട്, നല്ല ചെളിയുണ്ട് ഇവിടെ. അതുകൊണ്ട് അതൊരു കുളമാണ്. ഇതിപ്പോൾ ഒരു അയ്യവാണ്. നോർമലായിട്ട് കിടക്കുന്ന ഒരു അയ്യവാണ്. ഇവിടെ താമസവും മറ്റു കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു അയ്യ മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു കുളമുണ്ട്. ഇപ്പം കുളം ഏതാ അയ്യ ഏതാ എന്നറിയാൻ പറ്റുന്നില്ല അവർക്ക്. ഈ വെയിൽ വന്ന സമയത്ത് എല്ലാവരും പറയായിരുന്നു, ഓ നശിച്ച വെയിൽ, അങ്ങ് പോയാൽ മതിയായിരുന്നു, മഴയായിരുന്നു നല്ലതെന്ന് പറയും. ഇപ്പം മഴ തുടങ്ങി, കാലവർഷം തുടങ്ങി 2 ദിവസം ആയതേ ഉള്ളൂ. അന്നേരത്തേക്ക് എല്ലാവർക്കും മതിയായി, തിരിച്ചായി പറച്ചിൽ വെയിൽ മതിയായിരുന്നെന്ന്. മനുഷ്യരുടെ ഓരോരോ അവസ്ഥകൾ നോക്കണേ. എൻ്റെ ഈ പുറകെ കാണുന്നേ ഉണ്ടാവും, എൻ്റെ പുറകെ കാണുന്ന വീട്ടിലോട്ടുള്ള റോഡാണ്. ഇതിപ്പോൾ റോഡ് ഏതാ സാടാ നോക്കിയാൽ നിങ്ങളൊന്ന് കണ്ടോ, റോഡാ, വീട്ടിലോട്ടുള്ള റോഡാ. അവിടെ ഒരു കുളമുണ്ട്. ആ വീട്ടിലോട്ട് പോകുന്ന വഴിക്കൊരു കുളമുണ്ട്. ആ കുളം ഇപ്പം കുളം ഏതാ റോഡ് ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കുളവും റോഡും ഇപ്പോൾ ഒരേ നിരപ്പിൽ ഇങ്ങനെ വെള്ളം മുങ്ങി കിടക്കുന്നതുകൊണ്ട് അറിയാത്ത ഒരാൾ ഇതിലേക്കൂടെ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉറപ്പായിട്ടും കുളത്തിലോട്ട് പോകും, കുളത്തിൽ വീഴും. കാരണം അത്രയും ഇതായിട്ട് നിൽക്കുക, അത്രയും ജലനിരപ്പ് അത്രയും പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അറിയാത്ത ഒരാൾക്ക് അറിയത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വെള്ളം മുങ്ങിക്കഴിയുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മീൻ പോവും. കുളമീനൊക്കെ ഇല്ലേ, കരട്ടി വരാല് പോലുള്ള. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകും. അതിനൊക്കെ നമുക്കിങ്ങനെ പിറക്കി എടുക്കാൻ പറ്റും. എന്തായാലും കുറച്ചുകൂടെ കഴിയും. അത് 1-2 ദിവസത്തിനുള്ളിൽ അതൊക്കെ വരും. ഇപ്പോൾ വരും. രാത്രി ഇന്നത്തെ ദിവസം രാത്രിയിൽ എന്തായാലും വരും. വെള്ളം മുങ്ങി കിടക്കുമ്പം എന്തായാലും അങ്ങനത്തെ മീനൊക്കെ കുളത്തിൽ നിന്ന് ചാടി റോഡിൻ്റെ സൈഡിലോട്ടൊക്കെ വരും. അപ്പം നമുക്ക് പിടിക്കാം. എല്ലാ വർഷവും അങ്ങനെ കാണുന്നുണ്ട് ഞങ്ങളൊക്കെ. ഇതിപ്പം ഇത്രയും വെള്ളം ഇവിടെ എല്ലാ വർഷവും പൊങ്ങുന്നതൊക്കെ തന്നെ. ഇതിൻ്റെ മുകളിലൊക്കെ പൊങ്ങുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അടുത്ത് ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ടേ, അപ്പുറം തൊട്ടടുത്ത് ഹൈവേ NH47. അപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഹൈവേയുടെ തൊട്ടടുത്തൊരു ഓടയുണ്ട്. ആ ഓട ഇവിടെ ഈ ഹൈവേക്കാർ തന്നെ ഓടയ്ക്കകത്തോട്ട് മണ്ണിട്ട് അത് നികത്തി ഇട്ടേക്കുക. അതായത് വെള്ളം പോലുള്ള സജ്ജീകരണം അവരായിട്ട് തന്നെ മുടക്കിയിട്ടേക്കുക. ഹൈവേക്കാരുടെ ഒരു ഉത്തരവാദിത്തക്കുറവാണ് അത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇപ്പുറത്ത് താമസിക്കുന്നതാ. ഇത് വെള്ളം പൊങ്ങുമ്പോൾ ഓടയ്ക്കത്തൂടെ വെള്ളം പൊങ്ങുന്നത്. അവിടെ നമുക്കിങ്ങനെ വെള്ളം മണ്ണിട്ട് അവിടെ നികത്തിയാൽ വെള്ളം ഒഴുക്ക് അവിടെ കാണത്തില്ലെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി അവർക്കുണ്ടല്ലോ. എന്നിട്ടും അവർ ആ ഓടയ്ക്കകത്ത് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഓടയ്ക്കകത്ത് മണ്ണിട്ട് നികത്തിയേക്കുക. അതിനി ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെന്ന് നോക്കി കണ്ട് പറഞ്ഞത് വേണ്ട പോലെ ചെയ്യാതെ അവരിനി അത് മാറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിനകത്തോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല. പക്ഷെ വീടിൻ്റെ അടുക്കളയുടെ പടി വരെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ രീതിയിലല്ല, കുറച്ചേ കയറിയിട്ടുള്ളൂ. പടിയിലോട്ടാണ്, ഉള്ളിലോട്ട് കയറിയിട്ടില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ചുറ്റിനൊക്കെ ഒരുപാട് വെള്ളമായിട്ടുണ്ട്. ഈ സെയിം ഇത് തന്നെ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വെള്ളം ഇങ്ങനെ ഇത്രയും കെട്ടി പൊങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഇനി മഴ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും പ്രശ്നമാകും. മഴ കുറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഈ ഉള്ള ഒഴുക്കിന് ഇതങ്ങ് ഒഴുകി അങ്ങ് പോകും. പക്ഷെ മഴ ഇനിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും.
എന്തായാലും നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. എല്ലാവരും കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. ബൈ.